നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന വലിയൊരു വിപത്തിന്റെ തുടക്കം ഈ രജിസ്ട്രേഷൻ. ഇങ്ങനെ നടക്കണമെന്നാണ് വിധിയെങ്കിൽ അത് നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയില്ലല്ലോ. അതെങ്ങനെയെങ്കിലും നല്ലതാക്കി മാറ്റാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ടത്. നല്ലതാക്കാനോ? പതുക്കെ. ഞാൻ അച്ഛനോട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കട്ടെ. വേണ്ട അക്കുച്ചേട്ടാ, ബാലമാമനോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതല്ലേ. ഇനി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അതൊരു പ്രശ്നമാവണ്ട. അതുകൊണ്ടൊരു കാര്യമില്ല. ടെൻഷൻ ആവാതെ. ദൈവം നമ്മളെ കൈവിടില്ല. നീ ഞാൻ മനസ്സുദ്ദേശിച്ച പോലെ നടക്കല്ലേ, പിന്നെ എന്തിനാ ഒരു ടെൻഷൻ? നമ്മൾ മനസ്സിലുദ്ദേശിച്ച് നടക്കുന്നതിന് മുമ്പ് അയാൾ വിചാരിച്ചവരെ നടത്താൻ പോവല്ലേ. കൃത്യമായി പ്ലാൻ ചെയ്തതിൻ്റെ സ്വത്തെല്ലാം തിരികെ വാങ്ങാൻ പോവല്ലേ. അയാളെ ഞാൻ വിടാൻ പോകുന്നില്ല. വിടരുതടാ. ശ്രേയായിട്ടുള്ള നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് തുടക്കം കുറിക്കാം. ഈ സ്വത്ത് നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും. എൻ്റെ ശ്രേയുടെ കല്യാണം നടത്തി തരുമല്ലേ, അതോ പണി തരണം ഇയാൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി. അമ്മയെ വിധവയാക്കാൻ പോലും ഞാൻ മടിക്കില്ല. അങ്ങേര് വാക്ക് മാറ്റിയ നീ ഒന്നും ചെയ്യണ്ടടാ, ഞാൻ ചെയ്തോളാം. പക്ഷേ അയാൾ വാക്ക് മാറ്റില്ല. നമ്മളെ നന്നായിട്ട് അറിയാലോ അയാൾക്ക്. സാർ അകത്തേക്ക് വന്നോളൂ. ഓ ശരി വക്കീലേ, വാ. ആരാ ബാലചന്ദ്രൻ? ഞാനാ. ദാ ഇവിടെ നിന്ന് സൈൻ ചെയ്യ്. അരവിന്ദ് ബാലനാരാ? ഞാനാണ് സാർ. ഒന്ന് സൈൻ ചെയ്തോളൂ. ചെല്ലടാ, ധൈര്യമായിട്ട് പോ. നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. പോ. എല്ലാം വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു. അപ്പോൾ സൈൻ ചെയ്തോളൂ. ചെയ്. മിസ്റ്റർ അരവിന്ദ്,
ഈ ഡോക്യുമെന്റ് പ്രകാരം നിങ്ങളുടെ പേരിലുള്ള എല്ലാ വസ്തുക്കളും ബാലചന്ദ്രന്റെ പേരിലായിരിക്കുന്നു. അരവിന്ദ് ബാലന്റെ അച്ഛൻ നിങ്ങളല്ലേ? അതെ സർ. ഇത് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തോളൂ. ശരി സാർ. ഓക്കെ. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞ വാക്കെപ്പോഴാണ് പാലിക്കാൻ പോകുന്നത്? ഉടൻ തന്നെ.